9ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററാണ് നമുക്കിനി എടുക്കാനുള്ളത്. സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ്. അതിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനിൽ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ബോക്സ് ഉണ്ടായിരുന്നു, ഒരു പ്ലാസ്റ്റിക് ബോക്സ്. അതിന്റെ ലെങ്ത് 1.5 മീറ്റർ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. 1.25 മീറ്റർ വൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിന്റെ ബ്രെഡ്ത്ത് 1.25 മീറ്റർ ആണെന്നുള്ളതാണ്. അതേപോലെ ഡീപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 65 സെന്റിമീറ്റർ ഡീപ്പ്. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ആഴം. ഒരു ബോക്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോഴേ ഡീപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ആഴമാണല്ലേ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ആഴത്തിനെയാണ് നമ്മൾ ഇങ്ങനെ ഡീപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഇതിന്റെ ഈ ഒരു ആഴത്തിനെയാണ് നമ്മൾ ഡീപ്പ് അല്ലെങ്കിൽ ഡെപ്ത് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഡീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹൈറ്റ് ആണെന്നുള്ളതാണ്. പിന്നെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഈസ് ഓപ്പൺഡ് അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഓപ്പൺഡ് അറ്റ് ദ ടോപ്പ് എന്ന് വെച്ചാൽ മുകൾ ഭാഗം ഇങ്ങനെ തുറന്നിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3-4 കാര്യങ്ങൾ പറയാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. ഇതിന്റെ ഇൻട്രൊഡക്ഷനും അതേപോലെ ബേസിക് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റ്സും ഞാൻ ആ വീഡിയോയിൽ വളരെ സമയമെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് കാണുന്നതിന് മുമ്പ് ആ വീഡിയോ മുഴുവൻ കാണുന്നത് നിങ്ങളെ വളരെയധികം സഹായിക്കും. എന്നിരുന്നാലും ഓരോ ക്വസ്റ്റ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ അന്നേരം ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു ബോക്സ് കാണുമ്പോഴേ അറിയാം, ഇതൊരു ക്യൂബോയിഡ് ബോക്സ് ആണ്. ഇതിന് 6 സൈഡുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ക്യൂബോയിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ LSA എന്ന് പറഞ്ഞാൽ, CSA അല്ല LSA എന്ന് പറഞ്ഞാൽ ഈ ക്യൂബോയിഡിന്റെ മുകൾ ഭാഗത്തിന്റെയും താഴ്ഭാഗത്തിന്റെയും ഏരിയ കണ്ടുപിടിക്കേണ്ട. ബാക്കിയുള്ള ഈ ഒരു 4 സൈഡ് മനസ്സിലായില്ലേ? ഇതിന്റെ ഇങ്ങനെയുള്ള ഈ 4 സൈഡ്സിന്റെ, മനസ്സിലായോ? 1, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. അങ്ങനെ ഈ 4 സൈഡ്സിന്റെ ഏരിയയാണ്. ഈ 4 സൈഡ്സിന്റെ ഏരിയക്ക് നമ്മൾ പറയുന്ന പേരാണ് ലാറ്ററൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 4 സൈഡിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു 4 സൈഡിന്റെ കൂടെ ഇതിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗത്തിന്റെ ഏരിയ കൂട്ടും. അതാണ് ടോട്ടൽ സർഫസ് ഏരിയ. ഇത് കൂടാതെ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും അവർ ചോദിക്കുകയും ചെയ്യും. 1 സൈഡ് ഓപ്പൺ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ബോക്സിന്റെ ഒന്നെങ്കിൽ മുകൾ വശം അല്ലെങ്കിൽ താഴ്വശം തുറന്നിരുന്നാൽ അതിന്റെ ഏരിയ. ഈ ഒരു കേസിൽ കണ്ട, ഈ ബോക്സിന്റെ ഒരു ഭാഗം അടഞ്ഞിരിപ്പുണ്ട്, പക്ഷെ ഇതിന്റെ മുകൾ ഭാഗം കണ്ടില്ലേ, അത് തുറന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ ഒന്നെങ്കിൽ മുകൾ ഭാഗം, അപ്പം ഇതിങ്ങനെ കമത്തി വെക്കുകയാണെങ്കിൽ ഇത് താഴ്ഭാഗമല്ലേ. സോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന്റെ താഴ്ഭാഗം, അങ്ങനെ ഒന്നെങ്കിൽ ഇതിന്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ താഴ്ഭാഗം ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന കേസുകൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു ബോക്സിന്റെ ആകാം, അല്ലെങ്കിൽ ഒരു റൂമിന്റെ കാര്യം പറയും. ഇപ്പൊ റൂമിന്റെ ഒക്കെ തറ നമ്മൾ പെയിന്റ് അടിക്കത്തില്ലല്ലോ. സോ റൂമിന്റെ താഴ്ഭാഗം പെയിന്റ് അടിക്കേണ്ട, ബാക്കിയുള്ള ഭാഗത്തിന്റെ ഏരിയ എന്നൊക്കെ അവർ നമ്മോട് ചോദിക്കാറുണ്ട്. സോ ഇങ്ങനെ ഇതിന്റെ മുകൾ ഭാഗം തുറന്നിരിക്കുന്നു, ഓപ്പൺഡ് അറ്റ് ദ ടോപ്പ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ CSA + LB ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? CSA എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റുമുള്ള സൈഡ്, പ്ലസ് LB എന്ന് പറഞ്ഞാൽ ഈ താഴ്ഭാഗം, ഇതിന്റെ ഏരിയ. മനസ്സിലായില്ലേ? ഞാൻ ഒന്നുകൂടി പറയാം. മുകൾ ഭാഗം തുറന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള 4 സൈഡിന്റെ ഏരിയ അത് CSA പ്ലസ് താഴ്ഭാഗത്തിന്റെ ഏരിയ LB. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓപ്പൺഡ് അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഈ ബോക്സിന്റെ മുകൾ ഭാഗം തുറന്നിരിക്കുകയാണ്. ഇത് വായിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഫോർമുല ഈ ഒരു ഫോർമുലയാണ് വരേണ്ടത്. മുകൾ ഭാഗമാണ്, ടോപ്പ് സൈഡ് ആണ്, അങ്ങനെ തന്നെ ഓർക്കണം, അല്ലെങ്കിൽ ബോട്ടം സൈഡ്. ശരി, കണ്ടുപിടിക്കാനുള്ളത് എന്തുവാ? ഏരിയ ഓഫ് ദ ഷീറ്റ്. അപ്പൊ ഏരിയയുടെ ഫോർമുല നമുക്ക് മനസ്സിലായി, CSA + LB. അപ്പൊ കണക്ക് ചെയ്യാൻ നമ്മൾ വരുമ്പോൾ കണ്ടോ, ഇവിടെ മീറ്ററില്ല, ബ്രെഡ്ത്തും മീറ്ററില്ല, പക്ഷെ ഹൈറ്റ് കണ്ടോ, സെന്റിമീറ്ററില്ല. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ മുഴുവൻ മീറ്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ മുഴുവൻ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷെ ഈ ക്വസ്റ്റ്യന്റെ അവസാനം വായിക്കുമ്പോഴേ, അവസാന ലൈൻ വായിക്കുമ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദ ഷീറ്റ്. കണ്ടില്ലേ അതിന്റെ സെക്കൻഡ് പാർട്ട്? ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദ ഷീറ്റ് ഫോർ ഇറ്റ് ഇഫ് എ ഷീറ്റ് മെഷറിംഗ് 1 മീറ്റർ സ്ക്വയർ കോസ്റ്റ് ₹20. ഓക്കെ, അതിനെക്കുറിച്ച് പിന്നെ പറയാം. എന്നാൽ ഒരു പ്രധാന കാര്യം നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാനുള്ളത് 1 മീറ്റർ സ്ക്വയർ. മനസ്സിലായോ? നമുക്ക് ഈ കണക്ക് ചെയ്യാൻ ഇതിനെ മീറ്ററിലിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മീറ്റർ സ്ക്വയർ അല്ല,
സോ മീറ്ററിലിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവസാനം ഒരു സ്റ്റെപ്പ് ലാഭമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ സെന്റിമീറ്ററിൽ കണ്ടുപിടിച്ചിട്ട് അവസാനം കിട്ടുന്ന ആൻസറിനെ മീറ്ററിലോട്ട് മാറ്റാനൊക്കെ പോകണം. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റിനെ മീറ്ററിലിട്ട് തന്നെ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പൊ ഇവിടെ കണ്ടോ 1.5 മീറ്റർ ഡെസിമൽ ഒക്കെ വരുന്ന ക്വസ്റ്റിനെ ഇപ്പം 1.5 എന്നുള്ളതിനെ മുകളിലും താഴെയും ഒരു 1.5ന്റെ മുകളിലും താഴെയും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 15/10 വരും. സോ 1.5നെ 15/10 എന്ന് എഴുതുകയാണെങ്കിൽ, മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷനിൽ ഡെസിമൽ കുറച്ചേ വരുള്ളൂ. എനിക്കൊക്കെ ഡെസിമലിട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ പോലും എനിക്ക് ഡെസിമലിട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എല്ലാത്തിന്റെ ഡെസിമൽ മാറ്റിയിട്ടേ സാധാരണ ചെയ്യാറുള്ളൂ. ഇവിടെ അതേപോലെ കണ്ടോ 1.25 മീറ്റർ ആണ്. നമുക്ക് ഈ 1.25 മീറ്ററിനെ എങ്ങനെ എഴുതാം? ഈ 1.25ന്റെ കണ്ടോ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഇല്ലേ? സോ മുകളിലും താഴെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 100 വെട്ടി കുളവാക്കരുത് കേട്ടോ. സോ 1.25 into 100 എത്ര വരും? 125/100. സോ ഈ 1.25നെ നമുക്ക് എന്ത് എഴുതാം? 125/100 മീറ്റർ. ഇനിയും ഇതിന്റെ ഹൈറ്റ് നോക്കിക്കേ. ഹൈറ്റ് നമുക്ക് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഈ സെന്റിമീറ്റർ നമ്മൾ എന്തിലോട്ട് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം. അറിയാമല്ലോ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്ററാ. സോ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/100 മീറ്റർ ആയിരിക്കും. അതായത് സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഹൈറ്റ് എന്ത് വരും? 65/100 മീറ്റർ. ശരി, നമുക്ക് കണ്ടുപിടിക്കാം. ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷീറ്റ് അല്ലേ? ഈ ബോക്സിന്റെ മുകൾ ഭാഗം തുറന്നുകൊണ്ട് തന്നെ ഏരിയയുടെ ഫോർമുല ഏതായിരിക്കും? CSA + LB. സോ ഒന്നാമത്തെ കേസ് ചെയ്യാമല്ലോ. ഏരിയ ഓഫ് ദ ഷീറ്റ് = എന്ത് വരും? CSA + LB. എന്താണ് ഇവിടെ CSA? 2H അല്ലേ? CSAയുടെ ഫോർമുല നമുക്കറിയാം. കണ്ടോ, CSA അല്ലെങ്കിൽ LSA. സോ നമുക്കിവിടെ LSA ആ. സോ LSA + LB. എന്താ LSAയുടെ ഫോർമുല? 2H into L + B + LB അല്ലേ? = 2 into H. H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എത്ര വരും? അത് 65/100 into L + B. L എന്ത് ചെയ്യേ? 15/10 plus B 125/100 plus 2H into L plus B. ആ ജോലി കഴിഞ്ഞു. ഇനി LB ഉണ്ട്. L എത്രയാണ്? 15/10 into B എത്രയാണ്? 125/100. നമുക്ക് ഇവിടെ തൽക്കാലം നമ്മൾ ഈ 5 കൊണ്ട് ഈ 10 വെട്ടിക്കളയാനൊന്നും വേണ്ട. അത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ അവസാന സ്റ്റെപ്പിൽ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം മതി. കാരണം നമ്മൾ ഇതുകൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ LCM കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ = 2 into 65/100 into ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ടൈം ഇത് പ്ലസ് ചെയ്യുക. ഇവിടുത്തെ LCM എത്രയാണ്? 100. സോ ഇവിടെ ഒരു 10 വരുമല്ലോ. സോ ഇവിടെ 10 ഉള്ളൂ. 100 ആകണമെങ്കിൽ മുകളിലും താഴെയും ഒരു 0 വരണമല്ലോ അല്ലേ? സോ എത്ര വരും അവിടെ? 15/10. അതിന്റെ മുകളിലും താഴെയും ഒരു 0 വരണമല്ലോ. സോ എത്ര വരും? 150 plus 125 plus ഇവിടെ 15 into 125/10 into 100. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ചെയ്ത് പ്രാക്ടീസ് ആകുന്നത് ഭാവിയിൽ, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങളെ വളരെയധികം സഹായിക്കും. = എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം പ്രാക്ടീസാണ്. എനിക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം എനിക്കിതിനെ എല്ലാം കൂടെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവയിൽ പോലെ ആക്കുന്ന ഇഷ്ടമല്ല. കോമൺ എടുക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ കോമൺ എടുക്കാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ കോമൺ എടുക്കാൻ പറ്റുമെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് നോക്കിക്കേ. ഇവിടെ ഒരു 100 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട് ഡിനോമിനേറ്റർ. ഇവിടെ ഒരു 100 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. അതിൽ നിന്ന് ഒരു 10 കോമൺ എടുക്കാമല്ലോ. സോ നമുക്കതൊന്ന് കോമൺ എടുക്കാം. 1/10 into ബാക്കി 100 into ബാക്കി നമുക്കൊന്ന് എഴുതാമോ? 2 into ഇവിടെ 65 into 150 plus 125 275 divided by നോക്കി. ഇവിടെ ഒരു 100 ഉണ്ടായിരുന്നു, ഒരു 10 അത് കോമൺ എടുത്തു. ബാക്കി എന്തുണ്ട്? 10 plus ഇവിടെ 100ഉം 10ഉം കോമൺ എടുത്തല്ലോ. ബാക്കി എന്ത് വരും? 15 into
125 ഈസ് ഈക്വൽ ടു, ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 10 ഉണ്ട്. ഈ 10നെ പൂർണ്ണമായിട്ട് വെട്ടിക്കളയാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ ഫുള്ളായിട്ട് വെട്ടിക്കളയാനാണെങ്കിൽ മാത്രമേ നമ്മളിത് വെട്ടിക്കളയാവൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് പ്രശ്നമായിരിക്കും. അങ്ങനെ ഫുള്ളായിട്ട് വെട്ടിക്കളയാൻ പറ്റുമോ? നോക്കിക്കേ, 2 കൊണ്ട് 5, 5 13 ആണല്ലോ. സോ 1/10 into 100 into 13 into 275, 3575 plus 15 into 125, 1875 is equal to 1/1 അല്ലേ, 1 2 3 ഇൻറ്റു ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരും? 5450 അല്ലെ. ഇതെല്ലാം മീറ്ററിലാണ് നമ്മൾ ചെയ്തത്. സോ ആൻസർ എവിടെ ആയിരിക്കും? ആൻസർ എല്ലാം മീറ്റർ സ്ക്വയറിലായിരിക്കും. സോ ഇത്രയും മീറ്റർ സ്ക്വയർ. 0 ക്യാൻസലായി. വേണമെങ്കിൽ നമുക്ക് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇത് 545/100 മീറ്റർ സ്ക്വയർ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓർ ഇനി നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ ആക്കാം, ഡെസിമൽ ആക്കാം. 5.45 മീറ്റർ സ്ക്വയർ. ഒന്നാമത്തെ ജോലി കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് ആണല്ലേ. സോ എന്താ കോസ്റ്റ്? കോസ്റ്റ് ചുമ്മാ പറഞ്ഞേക്ക് വന്നോ. കോസ്റ്റ് അറ്റ് ₹20 per മീറ്റർ സ്ക്വയർ അല്ലേ. അപ്പം അർത്ഥം എന്താ? 1 മീറ്റർ സ്ക്വയറിന് 20 രൂപ. ഇവിടെ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ടായിരുന്നു? 5.45 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 545/100 മീറ്റർ സ്ക്വയർ. അപ്പം നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാനേ ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഏതായാലും ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്, കാരണം എനിക്ക് ഈ ഡെസിമൽ ഇല്ലാത്തതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇഷ്ടം. സോ നമുക്കിവിടെ എന്ത് പറയാം? അപ്പം 1 മീറ്റർ സ്ക്വയറിന് 20 രൂപയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 5.45 മീറ്റർ സ്ക്വയർ എന്തായിരിക്കും? 545/100 അല്ലേ. ക്യാൻസൽ ആയി പോകുമല്ലോ. കംപ്ലീറ്റ് ആയിട്ട് പൊട്ടുമല്ലോ. 5 ഇവിടെ പോകുമല്ലോ. 5109. സോ ഈസ് ഈക്വൽ ടു ₹109 only. തൊട്ടു മുമ്പ് ചെയ്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചവർക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു പാടുമില്ല. ഈ ക്വസ്റ്റ്യനിൽ അവർ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. പിന്നെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് ദ വാൾസ് ഓഫ് ദ റൂം ആൻഡ് ദ സീലിംഗ്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ മുറി. എവിടൊക്കെയാ പെയിന്റ് അടിക്കണ്ടേ? 4 സൈഡിലും അല്ലേ. 4 സൈഡെന്ന് അവർ പറഞ്ഞിട്ടില്ല, അവർ ഭിത്തിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. നോർമലി നമ്മുടെ വീടിനൊക്കെ 4 ഭിത്തി ആയിരിക്കുമല്ലോ അല്ലേ. അപ്പം 4 സൈഡിലും പെയിന്റ് അടിക്കണം. പിന്നെ സീലിംഗ് എന്ന് പറഞ്ഞാൽ എവിടാ? മുകൾ ഭാഗത്താണ്. സോ 4 സൈഡിലും മുകൾ ഭാഗത്തും എന്ന് വെച്ചാൽ ഇതിന്റെ താഴ്ഭാഗത്ത് പെയിന്റ് അടിക്കണോ? നമ്മൾ സാധാരണ വീടിന്റെ തറയിൽ പെയിന്റ് അടിക്കാറില്ലല്ലോ. സോ 4 സൈഡിൽ അല്ലേ, 4 സൈഡിലും മുകൾ വശവും എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഇതൊരു ക്യൂബിക്കൽ ബോക്സ് ഓപ്പൺ അറ്റ് ദ ബോട്ടം ആണ് അല്ലേ. എന്ന് വെച്ചാൽ ഒരു സൈഡ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയ അതേ ഫോർമുല. സോ ഏരിയ ഈസ് ഈക്വൽ ടു അല്ലേ, ഏരിയ ഓഫ് വൈറ്റ് വാഷിംഗ് ഈസ് ഈക്വൽ ടു തൊട്ട് മുമ്പത്തെ പോലെ 4 സൈഡ് എന്ന് പറഞ്ഞാൽ അല്ലെ 4 വാൾസ്. ഏതാണത്? LSA പ്ലസ് സീലിംഗിന്റെ ഏരിയ അല്ലെ, റെക്ടാംഗിളിന്റെ ഏരിയ തന്നെ LB. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈസ് ഈക്വൽ ടു CSAയുടെ ഫോർമുല 2H into L plus B plus L into B അല്ലേ, ഈസ് ഈക്വൽ ടു 2 into H 3 into L plus B. L എത്രയാണ്? 5 plus B എത്രയാണ്? 4 plus LB. L എന്ന് പറഞ്ഞാൽ 5 into 4 is equal to 2 into 3 6 into 5 plus 4 9 plus 5 into 4 20 is equal to 9 into 6 54 plus 20 is equal to 74 meter square ആണ് ഏരിയ. Therefore cost അല്ലേ, at റേറ്റ് ഏതാ? at
7.5 per മീറ്റർ സ്ക്വയർ. മനസ്സിലായോ? 1 മീറ്റർ സ്ക്വയറിന് 7.5 രൂപ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ട്? 74 മീറ്റർ സ്ക്വയർ ഇൻറ്റു 7.5 ഇസിക്കൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കിങ്ങനെ ഡെസിമൽ ഇട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല. സോ 75/10 എന്ന് എഴുതും. ഈ 10നെ ഫുള്ളായിട്ട് വെട്ടിക്കളയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ മാത്രമേ വെട്ടാവൂ. ഇവിടെ 2 കൊണ്ട് വെട്ടാം, ഇവിടെ 5 കൊണ്ട് വെട്ടാം അല്ലേ? സോ 2 കൊണ്ട് വെട്ടിക്ക് 37, 2 കൊണ്ട് 5. സോ 75/5 15. സോ ഈസ് ഈക്വൽ ടു 37 ഇൻറ്റു 15. 5 ഇൻറ്റു 7 35, ബാലൻസ് 3. 5 ഇൻറ്റു 3 15, 15 7 22, 3 25, ബാലൻസ് 2, 1 2 3 അല്ലേ? സോ ₹555. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഈ 74 ഇൻറ്റു 7.5 ഇങ്ങനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ളവർ അങ്ങനെ അങ്ങ് ചെയ്തോണം. ഇനി ഞാൻ ചെയ്തതുപോലെ 74 ഇൻറ്റു 75 ഈ 7.5നെ 75/10 എന്ന് എഴുതുക. എന്നിട്ട് കട്ട് ചെയ്യാതെ നേരെ 74 ഇൻറ്റു 75 ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. അപ്പം നമുക്കിവിടെ 5550/10 കിട്ടും. ഇങ്ങനെ ആയാലും നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? ഈ സെയിം ആൻസർ തന്നെ കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ക്വസ്റ്റ്യനൊക്കെ സിമ്പിളാണ്, പഠിച്ചോണം. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചവർക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു പാടും കാണില്ല. ഇവർ പറഞ്ഞിരിക്കുന്നത് പെരിമീറ്റർ ഓഫ് ഫ്ലോർ ഓഫ് എ റെക്ടാങ്കുലർ ഹോൾ എന്നാണ്. അതായത് നമുക്കറിയാം റെക്ടാങ്കുലർ എന്ന് പറയുമ്പോൾ തന്നെ അത് റെക്ടാങ്കിൾ ഷേപ്പിലാണല്ലോ. ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 250 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ലെങ്ത് ആണെങ്കിൽ ഇതും ലെങ്ത് അല്ലേ? ഇത് ബ്രെഡ്ത്ത് ആണെങ്കിൽ ഇത് ബ്രെഡ്ത്ത്. എന്താ പെരിമീറ്ററിന്റെ അർത്ഥം? ഈ 4 അല്ലേ? ഈ 4 സൈഡും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് പെരിമീറ്റർ. ഈ 4 സൈഡും കൂടെ കൂട്ടുമ്പോൾ പെരിമീറ്റർ എന്ത് കിട്ടും? മുകളിലും താഴെയും L ഉണ്ടല്ലോ. സോ L+L 2L പ്ലസ് B+B 2B അല്ലേ? അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ കണ്ടുപിടിക്കുന്നത്. ഇവിടുന്ന് 2 എന്ന് കോമൺ എടുത്ത് 2 ഇൻറ്റു L+B ഇതാണ് നമ്മുടെ പെരിമീറ്റർ. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 250 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? പി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളിത് പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ പെരിമീറ്റർ? 2 ഇൻറ്റു L+B ഈസ് ഈക്വൽ ടു എത്ര ആണെന്ന്? 250 ആണെന്നാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തുവാ? കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ദ 4 വാൾസ്. അഗെയിൻ ഈ 4 ഭിത്തിക്ക് മാത്രം പെയിന്റ് അടിക്കുക. ഈ 4 ഭിത്തിക്കും കൂടെ പറയുന്ന പേര് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇല്ലാതെ ഈ 4 ഭിത്തിക്കൂടെ പറയുന്ന പേര് ലാറ്ററൽ സർഫസ് എന്നാണ്. സോ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ദ 4 വാൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഇവിടെ ലാറ്ററൽ സർഫസ് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? അപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയക്ക് പെയിന്റ് അടിക്കാൻ എത്ര രൂപയായി? 15,000 rupees അല്ലേ? അതിന്റെ റേറ്റ് എത്ര ആയിരുന്നു? 10. ഇതിന്റെ അർത്ഥം എന്തുവാ? ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഏതാ? CSA അല്ലേ? ഈ CSAക്ക് പെയിന്റ് അടിക്കാൻ എത്ര രൂപയായി? 15,000 rupees ആയി. ഏത് റേറ്റിൽ? അറ്റ് 10. CSA എന്നല്ല ശരിക്കും പറഞ്ഞത് LSA ആ. സോ LSA കണ്ടുപിടിക്കണമായിരുന്നു. എന്നിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം? റേറ്റ് കൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15,000 rupees കിട്ടും. കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ H ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, LSA ഓഫ് ദ ക്യൂബോയിഡിന്റെ LSAയുടെ ഫോർമുല ഓർക്കുന്നോ? എന്താ LSAയുടെ ഫോർമുല? 2H ഇൻറ്റു L+B അല്ലേ? വേണമെങ്കിൽ Hനെ അവസാനം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2L+B ഇൻറ്റു H എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ LSAയുടെ ഫോർമുല എന്ന് എഴുതിക്കേ 2 ഇൻറ്റു L+B ഇൻറ്റു H ഇൻറ്റു റേറ്റ് എത്ര ആയിരുന്നു? 10 ഈസ് ഈക്വൽ ടു 15,000. ഈ 2 ഇൻറ്റു L+B അതിനെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇക്വേഷൻ നമ്പർ 1. എന്താ ഇക്വേഷൻ നമ്പർ 1 പറഞ്ഞത്? 2 ഇൻറ്റു L+B ഈസ് 250. സോ ഈ 2 ഇൻറ്റു L+Bക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 250 ഇൻറ്റു H ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 15, 1, 2, 3 അല്ലേ?
15,000. സോ എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 15,000 by 250 into 10. അപ്പൊ ഇനി ഇത് നമുക്ക് വെട്ടിക്കളയാം. ശരിക്കും ഇതിനെ ഇങ്ങനെ താഴെ കൊണ്ടുവരണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ രണ്ട് സൈഡിലും എല്ലാ ടേമിലും ഇങ്ങനെ ഇൻറ്റു വന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈക്വൽസിന്റെ രണ്ട് സൈഡിലും ഒരേ സ്ഥലത്ത് ഇപ്പൊ ന്യൂമറേറ്ററിലുള്ള സീറോസ് തമ്മിൽ വെട്ടിപ്പോകും. ഇവിടെ 0 വെട്ടി, പിന്നെ ഒരു സീറോ വെട്ടി. മനസ്സിലായില്ലേ? അപ്പൊ ബാക്കി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ സ്ട്രേറ്റ് അവേ പറയാം. എച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ബാക്കി എന്തുണ്ട്? 150 by 25. ഇവിടുന്ന് വേണമെങ്കിൽ 5 ഒക്കെ വെട്ടായിരുന്നു. ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഞാൻ അതിന് മുതിർന്നില്ല. സോ 5 കൊണ്ട് 5, 5 കൊണ്ട് 30 അല്ലേ? 5 30 വെട്ടി 6 മീറ്റർ ആണല്ലോ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൈറ്റ് അല്ലേ? Therefore height of the wall is 6 meter. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് the paint in a certain container is sufficient to paint an area equal to 9.375 meter square. അതായത് ഒരു കണ്ടെയ്നറിനകത്ത് കുറച്ച് പെയിന്റ് ഇരിപ്പുണ്ടായിരുന്നു. ഈ പെയിന്റ് കൊണ്ട് ഈ കണ്ടെയ്നറിനുള്ളിലെ പെയിന്റ് കൊണ്ട് എത്ര മീറ്റർ സ്ക്വയർ പെയിന്റ് അടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 9.375 മീറ്റർ സ്ക്വയർ പെയിന്റ് അടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പെയിന്റ് ഉപയോഗിച്ച് കുറേയേറെ ചെറിയ ഇഷ്ടികയ്ക്ക് പെയിന്റ് അടിക്കാൻ പോകുന്നു. മനസ്സിലായോ? എത്ര ഇഷ്ടിക ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഒരേ അളവിലുള്ള കുറേയേറെ ചെറിയ ഇഷ്ടികയ്ക്ക് ഈ പെയിന്റ് കൊണ്ട്, ഈ കണ്ടെയ്നറിലുള്ള പെയിന്റ് കൊണ്ട് ഈ ചെറിയ ഇഷ്ടികൾക്ക് നമ്മൾ പെയിന്റ് അടിക്കാൻ പോകുന്നു. അതിലെ ഓരോ ഇഷ്ടികയുടെ മെഷർ അവർ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 22.5 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ ആണെന്നും ഹൈറ്റ് 7.5 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പൊ ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരു വലിയ കണ്ടെയ്നറിൽ കുറച്ച് പെയിന്റ് ഇരിപ്പുണ്ടായിരുന്നു. ആ പെയിന്റ് എടുത്ത് ചെറിയ കുറച്ച് ഇഷ്ടിക എടുത്ത് അതിനടിക്കാൻ തുടങ്ങി. ആ ചെറിയ ഇഷ്ടികയുടെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പെയിന്റ് കൊണ്ട് എത്ര ഇഷ്ടികകൾക്ക് പെയിന്റ് അടിക്കാമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഇഷ്ടികകളുടെ എല്ലാം എണ്ണം, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇഷ്ടികകളുടെ എല്ലാം എണ്ണം n ആണെന്നിരിക്കട്ടെ. n, നമ്മൾ ഇതിനെ n എന്ന് വിളിച്ചു. ഈ നമ്പർ ഓഫ് ബ്രിക്സിനെ n എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയ ഓഫ് 1 ബ്രിക്ക് എന്തായിരിക്കും? ഒരു ബ്രിക്കിന്റെ സർഫസ് ഏരിയ, ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പാ? അതൊരു ക്യൂബോയിഡ് ഷേപ്പാ അല്ലേ? സോ അതിന്റെ സർഫസ് ഏരിയയുടെ ഫോർമുല എന്തുവാ? ഇക്വേഷൻ ഏതാ? TSA. ഫോർമുല ഏതാണ്? 2 into LB plus BH plus LH ആണ് സർഫസ് ഏരിയ ഓഫ് 1 ബ്രിക്ക്. ഇങ്ങനെ എത്ര ബ്രിക്ക് ഉണ്ടെന്നാ പറഞ്ഞത്? n ബ്രിക്സ് ഉണ്ടായിരുന്നു അല്ലേ? സോ സർഫസ് ഏരിയ ഓഫ് എത്ര ബ്രിക്കാ? n. ടോട്ടൽ n ബ്രിക്സ് അല്ലേ? n ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n. ഒരു ബ്രിക്കിന്റെ ഏരിയ ആണിത്. അങ്ങനെയാണെങ്കിൽ n ബ്രിക്കിന്റെ ഏരിയ എത്ര? n into TSA. മനസ്സിലായോ? അങ്ങനെ n into TSA ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാ ക്വസ്റ്റ്യൻ പറഞ്ഞത്? 9.375 മീറ്റർ സ്ക്വയർ കിട്ടുമെന്നാ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഒരു ഇഷ്ടികയ്ക്ക് അടിക്കാൻ പറ്റുന്ന പെയിന്റിന്റെ അളവ് കണ്ടുപിടിക്കുക. അതിനാണ് നമ്മൾ സർഫസ് ഏരിയ എന്ന് പറഞ്ഞത്. എത്ര ഇഷ്ടിക ഉണ്ടായിരുന്നു? n ഇഷ്ടിക ഉണ്ടായിരുന്നു, n ബ്രിക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ n ബ്രിക്കിന്റെ കൂടെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കണ്ടെയ്നറിലുള്ള മുഴുവൻ പെയിന്റിന്റെ അളവ് കിട്ടും. കാര്യം മനസ്സിലായല്ലോ? ഈ മുഴുവൻ പെയിന്റ് എടുത്തിട്ടാണ് ഈ ഓരോ ഇഷ്ടികയ്ക്കും അടിക്കുന്നത്. സോ ഈ കണ്ടെയ്നറിലുള്ള മുഴുവൻ പെയിന്റിന്റെ അളവെന്ന് പറഞ്ഞാൽ ഈ മൊത്തം ബ്രിക്കിന്റെ സർഫസ് ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് n into TSA അറിയാമല്ലോ. 2 into LB plus BH plus LH നമുക്കറിയാം. ഈസ് ഈക്വൽ ടു, കണ്ടോ, എല്ലും ബിയും എച്ചും ഇതെല്ലാം സെന്റിമീറ്ററിലാണ്, ഇത് മാത്രം മീറ്ററിലാണ്. അപ്പം ഒന്നെങ്കിൽ ഈ സെന്റിമീറ്ററിനെല്ലാം പിടിച്ച് മീറ്ററിലാക്കണം, അല്ലെങ്കിൽ ഈ മീറ്ററിനെ പിടിച്ച് സെന്റിമീറ്ററിലാക്കണം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. ഇപ്പൊ ഇതിനെ സെന്റിമീറ്ററിലാക്കണമെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും പിടിച്ച് സെന്റിമീറ്ററിലാക്കണം. ഈ എല്ലും ബിയും എച്ചിനെയും മീറ്ററിലാക്കണമെങ്കിൽ ഇതിലെ 3 എണ്ണത്തിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മീറ്ററിലോട്ട് മാറ്റേണ്ടി വരും. നേരെ മറിച്ച്
ഇവിടെ ആണെങ്കിൽ ഈ മീറ്റർ സ്ക്വയറിനെ ആണെങ്കിൽ ഈ ഒറ്റ ടേമിനെ മനസ്സിലായല്ലോ, ഈ ഒരു മീറ്റർ സ്ക്വയറിനെ മാത്രമേ നമുക്ക് സെന്റിമീറ്ററിലോട്ട് മാറ്റിയാൽ മതിയാകും. അപ്പം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഇവിടെ 1 മീറ്റർ സ്ക്വയർ അല്ലേ, സോ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 100 × 100 സെന്റിമീറ്റർ സ്ക്വയർ. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 9.375 ബാക്കി 100 × 100 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഡെസിമൽ ഇട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല. സോ 22.5നെ 225/10 എന്ന് എഴുതുക. 10ന് യാതൊരു ചേഞ്ചും ഇല്ല, 10 സെന്റിമീറ്റർ. ഇവിടെ 7.5 സെന്റിമീറ്റർ അല്ലേ, അതിനെ 75/10 സെന്റിമീറ്റർ എന്ന് എഴുതുക. ശരി, തുടങ്ങാം. n × 2 × LB എത്രയാണത്? 225/10 × B. B എത്രയാണ്? 10 + BH 10 × 75/10 + LH. L എന്ന് പറഞ്ഞാൽ 225/10 × 75/10 = 2. നോക്കിക്കേ, നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 1, 2, 3, 4 സീറോസ് ഉണ്ട്. 1, 2, 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. ഈ ഡെസിമൽ പ്ലേസ് മാറാമോ? 9 അല്ലേ, 4 സീറോസ് ഇല്ലേ? 1, 2, 3, സോ 3750. മനസ്സിലായല്ലോ? 4 സീറോസ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇങ്ങനെ 1, 2, 3 പിന്നെ ഒരു സീറോയും കൂടെ കൊടുത്ത് ഡെസിമൽ പ്ലേസ് ഇടുക. സെന്റിമീറ്റർ സ്ക്വയർ. n × ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോണം, ഞാനിവിടെ ചെയ്തു തരാം. കിട്ടും 225 + 75 + 16875/100 = 93750. n × 2 × 300 + 16875/100 = 93750. LCM എടുക്കുക. n × 2 × ഈ 100നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 93750 × 100. സോ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാമോ? n × 2 × 46875 93750 = 93750 × 100. 93750 കിട്ടി. സോ n = 100. അപ്പം നമുക്ക് എന്ത് പറയാം? Therefore, total number of bricks is equal to. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ക്യൂബിന് ഒരു സൈഡല്ലേ ഉള്ളൂ, നമുക്കതിനെ എ എന്ന് വിളിക്കാം. സോ എ = അതിന്റെ എഡ്ജ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ, എത്രയാണത്? 10 സെന്റിമീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അനദർ ക്യൂബോയിഡൽ ബോക്സ്. അപ്പോൾ ഒരു ക്യൂബോയിഡിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യൂബും ഉണ്ട്, ക്യൂബോയിഡും ഉണ്ട്. ഈ ക്യൂബോയിഡിന്റെ മെഷർ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? 12.5 സെന്റിമീറ്റർ ലോങ്. സോ ലെങ്ത് = 12.5 സെന്റിമീറ്റർ അല്ലേ. ഈ 12.5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു, ഡെസിമൽ മാറ്റി 125/10 സെന്റിമീറ്റർ എന്ന് എഴുതുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ വൈഡ്, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതായത് എത്രയാണ് ബ്രെഡ്ത്ത്? 10 സെന്റിമീറ്റർ അല്ലേ. ആൻഡ് ഹൈറ്റ്, എത്രയാണ് ഹൈറ്റ്? ഹൈറ്റ് = 8 സെന്റിമീറ്റർ. എന്താണ് അവർ നമ്മളോട് ചോദിച്ചിരുന്നത്? 2 പാർട്ട് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ബോക്സ് ഹാസ് ദ ഗ്രേറ്റർ ലാറ്റർ സർഫസ് ഏരിയ ആൻഡ് ബൈ ഹൗ മച്ച്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ LSA കണ്ടുപിടിക്കണം. രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നതോ വിച്ച് ബോക്സ് ഹാസ് സ്മോളർ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കേസിൽ ഈ രണ്ടെണ്ണത്തിന്റെ ക്യൂബിന്റെയും ക്യൂബോയിഡിന്റെയും LSAയും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ TSAയും കണ്ടുപിടിക്കണം.
ശരി, ക്യൂബിന്റെ LSA കണ്ടുപിടിക്കാം. ഫോർമുല ഓർക്കുന്നു. LSA ഓഫ് ദ ക്യൂബ് 4a² is equal to 4 into എയുടെ സ്ഥാനത്ത് 10² is equal to 4 into എത്ര 10²? 100. That is 400 centimeter square. അങ്ങനെയാണെങ്കിൽ LSA ഓഫ് ക്യൂബോയിഡോ? ഫോർമുല ഓർക്കുന്നുണ്ടല്ലോ. 2h into L plus B equals 2 into h. ഏതാണ് ഇവിടുത്തെ ഹൈറ്റ്? 8 into L plus B. L എത്ര ആയിരുന്നു? 125/10 plus B എത്രയാണ്? 10 ആണല്ലോ. സോ ഈസ് ഈക്വൽ ടു 2 into 8 into LCM എടുക്കാമോ? 125 plus 100 whole divided by 10 equals 2 into 8 into 125 plus 100 225/10. ഒന്നെങ്കിൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നേരിട്ട് ഈ 10നെ താഴത്തെ ഡിനോമിനേറ്ററിലെ 10നെ പൂർണ്ണമായിട്ട് വെട്ടിക്കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. സോ 5 കൊണ്ട് വെട്ടാം 2, 5 കൊണ്ട് 360 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ LSA കണ്ടുപിടിച്ചു. ഇനി TSA കണ്ടുപിടിക്കാമല്ലോ. എന്താ TSA ഓഫ് ദ ക്യൂബ്? രണ്ടിടത്തെയും TSA കണ്ടുപിടിക്കണം അല്ലേ? ക്യൂബിന്റെയും TSA കണ്ടുപിടിക്കണം, ക്യൂബോർഡിന്റെയും TSA കണ്ടുപിടിക്കണം. അതാണ് നമ്മളോട് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. സോ TSA ഓഫ് ദ ക്യൂബ് എത്രയാണത്? TSAയുടെ ഫോർമുല അറിയാമോ? 6a² is equal to 6 into a². 10² is equal to 10² 100 ആണല്ലോ. 600 സെന്റിമീറ്റർ സ്ക്വയർ. ഇതേപോലെ TSA ഓഫ് ദ ക്യൂബോർഡ് കണ്ടുപിടിക്കണമല്ലോ. TSA is equal to ഫോർമുല ഓർക്കുന്നോ? 2 into LH plus BH plus LB equals 2 into LH. L എത്രയാണ്? 125/10 into H എത്ര? 8 plus BH 10 into 8 plus LB 125/10 into 10 is equal to 2 into ഈ 10 ക്യാൻസൽ ആകും അല്ലേ? സോ ഇവിടെ എത്ര വരും? 125 പ്ലസ് ഇവിടെ എത്ര വരും? 80 പ്ലസ് ഇവിടെ പൂർണ്ണമായിട്ട് താഴത്തെ 10 വെട്ടിപ്പോകുമോ? 5 കൊണ്ട് വെട്ടാം 2, 5 കൊണ്ട് 25 അല്ലേ? 25 into 4 100. That is equal to 2 into 125 80 205 100 305 അല്ലേ? So 305 is equal to 610 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ച ഒന്നാമത്തെ പാർട്ട് എന്തുവായിരുന്നു? വിച്ച് ബോക്സ് ഹാസ് ദ ഗ്രേറ്റർ LSA അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ക്യൂബിന്റെയും ക്യൂബോർഡിന്റെയും LSA നോക്കിക്കേ. ക്യൂബിന്റെ LSA എന്ന് പറഞ്ഞാൽ 400, ക്യൂബോർഡിന്റെ LSA എന്ന് പറഞ്ഞാൽ 360. ഏതാണ് ഗ്രേറ്റർ? LSA ഓഫ് ദ ക്യൂബ് അല്ലേ? അപ്പൊ നമുക്കത് എഴുതാമല്ലോ. ക്യൂബിക്കൽ ബോക്സ് ഹാസ് ഗ്രേറ്റർ LSA ആൻഡ് ബൈ ഹൗ മച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതാണല്ലോ ഗ്രേറ്റർ. എന്തുമാത്രം ഉണ്ട് കൂടുതൽ? എങ്ങനെ അറിയാൻ പറ്റും? 400 മൈനസ് 360 ചെയ്താൽ മതി. എത്രയാണ് 400 മൈനസ് 360 is equal to 40 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം ഇത് തമ്മിലുള്ള LSAയുടെ വ്യത്യാസം എത്രയാണ്? 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ ക്യൂബിന്റെ LSA ക്യൂബോർഡിന്റെ LSAക്കാളും 40 സെന്റിമീറ്റർ ക്യൂബ് കൂടുതലാണെന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വായിച്ചേ. വിച്ച് ബോക്സ് ഹാസ് ദ സ്മോളർ TSA ആൻഡ് ബൈ ഹൗ മച്ച്. ഇപ്പൊ നോക്കി, ഇവിടുത്തെ TSA 600 ആണ്, ഇവിടുത്തെ TSA 610 ആണ്. ഏതാണ് ചെറുത്? TSA ഓഫ് ദ ക്യൂബ് ആണ് ചെറുത്. എത്ര? 600 അല്ലേ? ഇതെത്രയാണ്? 610. സോ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് പാർട്ട്, ദ ക്യൂബിക്കൽ ബോക്സ് ഹാസ് സ്മോളർ TSA ആൻഡ് ബൈ ഹൗ മച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വലുതിന് ചെറുത് കുറയ്ക്കുക. 610 മൈനസ് 600 അല്ലേ? ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ? ഇവിടുത്തെ ക്യൂബോർഡിനേക്കാളും 10 സെന്റിമീറ്റർ സ്ക്വയർ കുറവാണ് ക്യൂബിന്. സോ ക്യൂബിന്റെ TSA ക്യൂബോർഡിന്റെ TSAക്കാളും ചെറുതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണം.
ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ ലെങ്ത് തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ വൈഡ്, അതായത് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, 25 സെന്റിമീറ്റർ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്തും ബ്രെഡ്ത്ത് ഹൈറ്റ് ഉണ്ടെങ്കിൽ ഈ സംഗതി എന്തായിരിക്കും? ഉറപ്പായിട്ട് ഇതൊരു ക്യൂബോയിഡ് ആയിരിക്കും. കണ്ടുപിടിക്കാൻ രണ്ട് പാർട്ടുണ്ട്. അതിൽ ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ പാർട്ട് അങ്ങനെയല്ല. സോ നമുക്ക് ഒന്നാമത്തെ പാർട്ട് ചെയ്യാം. ഇതൊരു ഗ്ലാസ് ഹൗസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു റൂമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡോർ ആണ്. സോ മുകൾ ഭാഗം അടഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ബേസ്. കണ്ടില്ലേ, അവരങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. താഴ്ഭാഗവുമുണ്ട്. സോ ഏരിയ എന്നവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? TSA ആണ്. സോ TSA ഓഫ് ദ ഗ്ലാസ് ഹൗസ് ഈസ് ഈക്വൽ ടു, സോ TSA ഈസ് ഈക്വൽ ടു, ഫോർമുല അറിയാമല്ലോ, 2 into LH plus BH plus LB equals 2 into LH 30 into 25 plus BH 25 into 25 plus LB 30 into 25 അല്ലേ, is equal to 2 into 30 into 25 750 plus 25 into 25 is 625 plus 30 into 25 is 750 is equal to 2 into 5 5 5 10 2 12 7 1 8 8 7 15 6 21 അല്ലേ. സോ is equal to 10. ഇതാണ് നമ്മുടെ TSA. Therefore നമുക്ക് എന്ത് പറയാം? The required area is equal to 4250 centimeter square. എന്നാൽ ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല. സോ രണ്ടാമത്തെ പാർട്ട് പറയുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് പറയാം. ഇത് ഗ്ലാസ്, ഇതിന്റെ എല്ലാ ഭാഗവും ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ബോക്സ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഈ ബോക്സിന്റെ അറ്റം ഇവിടെ കണ്ടോ, ഇവിടെ ഇവരിങ്ങനെ ഒരു ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരിക്കുകയായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഒരു ഗ്ലാസിനെയും അതേപോലെ ഈ ഒരു ഗ്ലാസിനെയും അവരൊരു ടേപ്പ് എടുത്ത് ഇതുണ്ട് ഇങ്ങനെ ഒട്ടിച്ച്, ഇങ്ങനെയാണ് അവർ ഈ ഗ്ലാസ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? ഇങ്ങനെ ഇതൊരു ഗ്ലാസ് ആണ്, ഇതും ഒരു ഗ്ലാസ്സാണ്. ഈ രണ്ട് ഭാഗത്തും അവരിങ്ങനെ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലാ ജോയിന്റും അവരിങ്ങനെ ഒട്ടിച്ചത്. ഇവിടെ എങ്ങനെയാണ്, അതേപോലെ ഇവിടെ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഈ ഒരു സൈഡ് കണ്ടോ, അതുകൊണ്ട് ഈ ഒരു സൈഡ് ഇങ്ങനെയാണ്. അങ്ങനെ ഇതിന്റെ എല്ലാ എഡ്ജസും എല്ലാ ഗ്ലാസിനെയും അവരിങ്ങനെ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു രീതിയിൽ. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ടേപ്പ് ഈസ് നീഡഡ് ഫോർ ഓൾ ദ 12 എഡ്ജസ് എന്നാണ്. മനസ്സിലായോ? എത്ര എഡ്ജസ് ഉണ്ട്? 12 എഡ്ജസ് ഉണ്ട്. ഏതൊക്കെയാണ്? 1 2 3 4. തീർന്നോ? ഇതുണ്ട് ഇവിടെ ഇതേപോലെ ഇവിടെ 5 6 7 8. തീർന്നോ? ഇല്ല. 9 10 11 12. ഇങ്ങനെ 12 എഡ്ജസ് ഉണ്ട്. ഈ 12 എഡ്ജസിലും ഇതേപോലെ ടേപ്പ് വെക്കുമ്പം അതിന്റെ നീളം, ആ ടേപ്പിന്റെ എല്ലാം ആവശ്യമായിട്ടുള്ള നീളമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ലെങ്ത് ഓഫ് ദി ടേപ്പ് എന്ന് പറഞ്ഞാൽ 12 എണ്ണം ഉണ്ടല്ലോ. അതെങ്ങനെയാന്ന് മനസ്സിലായല്ലോ? അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതുണ്ട് ഈ നീളം. ഈ നീളം എന്ന് പറഞ്ഞാൽ എന്താണത്? ഇതുണ്ട് കണ്ടോ, ഇതുണ്ട് ഈ ഒരു നീളം. എന്താണത്? ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ L, സ്മോൾ ലെറ്റർ L ആണ്. അപ്പൊ ഇതുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം എന്ന് പറഞ്ഞാൽ L ആണ്. അപ്പൊ ഇതുണ്ട് ഈ ഒരു നീളം എത്ര ഇടത്തുണ്ട്? ഇവിടെ 1, ഇവിടെ 2, ഇതുണ്ട് ഇവിടെ അതേപോലെ 3, ഇവിടെ അതേപോലെ 4. മനസ്സിലായല്ലോ? 1 2 3 4 സ്ഥലത്തുണ്ട് L. സോ ആദ്യമേ നമുക്ക് ഈ 4 സ്ഥലത്ത് എല്ലിന് എന്ന് എഴുതാമല്ലോ. ഒരു എഡ്ജിന്റെ നീളം എന്ന് പറഞ്ഞാൽ L ആണ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്നാ? 4 എണ്ണം. സോ ടോട്ടൽ ലെങ്ത് എത്ര ആയിരിക്കും? 4L പ്ലസ്. ഇനി ഇതുണ്ട് ഈ ഒരു സൈഡ് നോക്കി, ഇതുണ്ട് ഈ ഒരു നീളം എത്രയാണത്? B ആണ്. ഇങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 1 2. തീർന്നോ? 3 4. അപ്പം B അല്ലെങ്കിൽ ബ്രെഡ്ത്തിന്റെ ആ നീളം എന്തുണ്ട്? ഈ ഒരു നീളം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. സോ അത് എത്രയാണ്? 4B പ്ലസ്. തീർന്നോ നമ്മുടെ ജോലി? ഇതുണ്ട് ഈ ഒരു എഡ്ജ് വേണം. കണ്ടോ, ഈ ഒരു എഡ്ജ് എത്രയാണ്? ഹൈറ്റ് ആണ്. കണ്ടോ, ഇതുണ്ട് ഈ ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ, ഇതുണ്ട് ഈ ഒരു നീളം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. അതും എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. ഏതൊക്കെ?
1 2 3 4 അങ്ങനെ ഈ h എത്ര എണ്ണമുണ്ട്? അതുമുണ്ട് 4 4h. അപ്പൊ കണ്ടോ, 4 4 8 4 12 ഇങ്ങനെയാണ് നമുക്ക് 12 എഡ്ജസ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? സോ ഈസ് ഈക്വൽ ടു എല്ലായിടത്തും ഒരു 4 കോമൺ എടുക്കാമല്ലോ. 4 ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എൽ 30 പ്ലസ് ബി 25 പ്ലസ് എച്ച് 25 അല്ലേ? ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 25 25 50 50 30 80. സോ 80 ഇൻറ്റു 4 320 സെന്റിമീറ്റർ സ്ക്വയർ ആണോ സെന്റിമീറ്റർ ആണോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നീളമാണ്. സോ സെന്റിമീറ്റർ സ്ക്വയർ ഒക്കെ ഏരിയയ്ക്കേ വരത്തുള്ളൂ. 320 സെന്റിമീറ്റർ. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ശാന്തി എന്നുള്ള ആൾക്ക് കാർഡ്ബോർഡ് ബോക്സ് വേണമായിരുന്നു സീഡ്സ് പാക്ക് ചെയ്യാൻ. സെക്കൻഡ് ലൈൻ വായിച്ചേ. 2 sizes ഓഫ് ബോക്സസ് വേർ റിക്വയർഡ്. 2 അളവിലുള്ള ബോക്സ് വേണമായിരുന്നു. ബിഗ്ഗർ അല്ലേ? ഒരെണ്ണം നമ്മുടെ ബിഗ്ഗർ ബോക്സ് ആണ്, വലിപ്പം കൂടിയ ബോക്സ് ആണ്. രണ്ടാമത്തേത് സ്മോളർ ബോക്സ് ആണ്. 25 ഇൻറ്റു എന്നല്ല, നമ്മൾ അതിനെ ബൈ എന്നാ പറയുന്നത്. സോ 25/20/5. ഇതിന്റെ അർത്ഥം ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ. അതാണ് ഇതിന്റെ അർത്ഥം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ബിഗ്ഗർ ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കൊടുത്തേക്കണം കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ LBH കൊടുത്തേക്കാം. സ്മോളർ ബോക്സിന്റെ അളവ് പറഞ്ഞേ 15 സെന്റിമീറ്റർ ബൈ 12 സെന്റിമീറ്റർ ബൈ 5 എന്നാ. എന്ന് പറഞ്ഞാൽ സ്മോൾ L 15 ആണ്, സ്മോൾ B 12 ആണ്, സ്മോൾ ഹൈറ്റ് എത്ര ആണ്? 5 ആണ്. അതാണ് ഇങ്ങനെ എഴുതുന്നതിന്റെ അർത്ഥം. 2 ബോക്സിന്റെ അളവ് തന്നിട്ടുണ്ട്. പിന്നെ ആ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടോ? ഫോർ ഓൾ ദ ഓവർലാപ്സ്. ശരി, ഈ ഓവർലാപ്പിനെ കുറിച്ച് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. എത്രയാണ് ഓവർലാപ്പ് എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? 5% ഓഫ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് റിക്വയർഡ് എക്സ്ട്രാ അല്ലേ? സോ 5% ഓഫ് TSA ഈസ് എക്സ്ട്രാ എന്ന് അവർ ആ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെന്തൊക്കെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് കാർഡ്ബോർഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എത്ര കോസ്റ്റ് ഓഫ് കാർഡ്ബോർഡ്? ₹4 അല്ലേ? 4 എത്ര? 1000 സെന്റിമീറ്റർ സ്ക്വയർ. 1 സെന്റിമീറ്റർ സ്ക്വയറിനല്ല, 1000 സെന്റിമീറ്റർ സ്ക്വയറിന് 4 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദ കാർഡ്ബോർഡ് റിക്വയർഡ് ഫോർ 250 ബോക്സസ് ഓഫ് ഈച്ച് കൈൻഡ്. മനസ്സിലായല്ലോ? ഓരോന്നിലും എത്ര എണ്ണം വേണം? 250 ബോക്സസ് വേണം. മനസ്സിലായോ? 250 ബോക്സസ് ഓഫ് ഈച്ച് കൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ ബോക്സും എത്ര എണ്ണം വേണം? 250. ഈ വലിയ ബോക്സ് 250 എണ്ണം വേണം, ചെറിയ ബോക്സും വേണം 250 എണ്ണം. നമ്മളോട് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഫൈനൽ ആൻസർ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ കോസ്റ്റ്. നമുക്കപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ കോസ്റ്റ് എത്ര എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ TSA ഒന്നുമല്ല നമുക്ക് ഏറ്റവും അവസാനമായിട്ട് കണ്ടുപിടിക്കേണ്ടത്, കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, നമുക്ക് ആദ്യമേ നോർമലി TSA കണ്ടുപിടിക്കാം. സോ TSA ഓഫ് ദ ബിഗ്ഗർ ബോക്സ് പറഞ്ഞേ എത്ര വരും? ഇതിന്റെ ഫോർമുല 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH ആണല്ലോ. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു LB 25 ഇൻറ്റു B എത്ര? 20 പ്ലസ് BH 20 ഇൻറ്റു 5 പ്ലസ് LH 25 ഇൻറ്റു 5 അല്ലേ? ഈക്വൽസ് 2 ഇൻറ്റു 25 ഇൻറ്റു 20 500 പ്ലസ് 100 പ്ലസ് 125. 500 600 725 അല്ലേ? ഈസ് ഈക്വൽ ടു 1450 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒന്നാമത്തെ ബോക്സിന്റെ TSA. ഇതേപോലെ രണ്ടാമത്തെ ബോക്സിന്റെ TSA എന്താണ്? ഫോർമുല അറിയാമല്ലോ. TSA ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ എല്ലാം സ്മോൾ ലെറ്റർ കൊടുക്കണം. LB പ്ലസ് BH പ്ലസ് LH ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു LB 15 ഇൻറ്റു B എത്രയാണ്? 12 പ്ലസ് BH 12 ഇൻറ്റു 5 പ്ലസ് LH 15 ഇൻറ്റു 5 അല്ലേ? ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 15 ഇൻറ്റു 12 180 പ്ലസ് 60 പ്ലസ് 75 അല്ലേ? 180 60 240 75 315. സോ 2 ഇൻറ്റു 315 ഈസ് ഈക്വൽ ടു 630 സെന്റിമീറ്റർ സ്ക്വയർ.
അപ്പൊ ഇങ്ങനെ എത്ര ബോക്സ് ഉണ്ട്? 250 ബോക്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ TSA ഓഫ് 250 ബോക്സസ്. ഏത്? ഈ ബിഗർ ബോക്സ്, വലിയ ബോക്സ് എത്ര വരും? ഒരു ബോക്സിന്റെ ഏരിയ 1450 ആണ്. അങ്ങനെ എത്ര ബോക്സ് ഉണ്ട്? 250 ബോക്സ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓരോന്നും. സോ എത്ര വരും ഇത്? 250 ഇൻറ്റു 1450 സെന്റിമീറ്റർ സ്ക്വയർ. മൾട്ടിപ്ലൈ ചെയ്യാൻ വരട്ടെ. ഇതേപോലെ TSA ഓഫ് എത്രയാണ്? 250 സ്മോൾ ബോക്സ് ഉണ്ടല്ലോ, സ്മോളർ ബോക്സ്. സോ എത്ര വരും? 250 ബോക്സസ് ഈസ് ഈക്വൽ ടു എത്ര വരും? 250 ഇൻറ്റു 630 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ 250 വലിയ ബോക്സിന്റെ ഏരിയ ഇതാണ്, 250 ചെറിയ ബോക്സിന്റെ ഏരിയ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബോക്സും കൂടെ ചേർത്ത് എത്ര ഏരിയ കാണും? Therefore TSA ഓഫ് ഓൾ ബോക്സസ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഇത് 250 ഇൻറ്റു 1450 പ്ലസ് ഇവിടെ 250 ഇൻറ്റു 630 ഈസ് ഈക്വൽ ടു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ മൾട്ടിപ്ലൈ ചെയ്യാവുന്നത്. ഇവിടെയും ഒരു 250ഉം ഇവിടെയും ഒരു 250ഉം കോമൺ എടുക്കാമല്ലോ. സോ 250 ഇൻറ്റു ബാക്കി 1450 പ്ലസ് 630 ഈസ് ഈക്വൽ ടു 250 ഇൻറ്റു ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്കിവിടെ ലാഭമാണ്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്കിവിടെ ലാഭമായി. സോ 0 5 3 8 6 4 10 അല്ലേ? ഈസ് ഈക്വൽ ടു സോ എത്ര വരും? 520 അല്ലേ? ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് രണ്ട് ബോക്സിന്റെയും കൂടെ ചേർന്നുള്ള ഏരിയ. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനിയും അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 5% TSA ഈസ് എക്സ്ട്രാ നീഡഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് ഫോർ ഓൾ ദ ഓവർലാപ്സ് 5% ഓഫ് ദ ടോട്ടൽ സർഫസ് ഏരിയ എക്സ്ട്രാ. എന്താ ഈ ഓവർലാപ്പ് എന്ന് മനസ്സിലായോ? നമുക്കിതിനെ പല രീതിയിൽ പറയാം. ഉദാഹരണത്തിന് ദണ്ട് ഈ ഒരു സൈഡ് കണ്ടില്ലേ? കണ്ടോ? ദണ്ട് ഈ ഒരു സൈഡ് ഇതേണ്ട് കണ്ടില്ല? ദണ്ട് ഈ ഒരു പോർഷൻ കണ്ടോ? ഇത് ഓവർലാപ്പ് ചെയ്ത് വന്നത് എക്സ്ട്രാ ആയി. അതായത് ഒരു സൈഡിന്റെ മുകളിൽ വേറൊരു കണ്ടോ? ദണ്ട് ഈ ഒരു സൈഡ് കണ്ടോ? ഒരു സൈഡിന്റെ മുകളിൽ വേറൊരു സൈഡ് വന്നിങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ ഓവർലാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്നാൽ കൃത്യമായി പേപ്പർ എടുത്ത് ഇങ്ങനെ ബോക്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ബോക്സ് ഉണ്ടാക്കുമ്പം കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ അകത്തോട്ട് കണ്ടോ? കുറച്ചൊക്കെ അകത്തോട്ടിരിക്കും, ഇതേപോലെ ഇങ്ങനെ അകത്തോട്ടിരിക്കും. കുറച്ചൊക്കെ ചിലപ്പോൾ ഒരു സൈഡിന്റെ മണ്ടയ്ക്ക് വേറൊരു സൈഡൊക്കെ ഇങ്ങനെ വരണ്ട വന്നേക്കാം. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ ഈ മുകൾ ഭാഗമൊക്കെ ഉണ്ടാക്കുമ്പം ഇതുണ്ട് ഇങ്ങനെ മടക്കിയൊക്കെ ഒരു വൃത്തിക്ക് വേണ്ടി ഇങ്ങനെ മടക്കിയൊക്കെ വെക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ എക്സ്ട്രാ ആവുന്നുണ്ട്. ഈ ഒരു പോർഷനൊക്കെ ഇങ്ങനെ മടക്കിയൊക്കെ വെക്കുമ്പോൾ അതൊക്കെ എക്സ്ട്രാ ആവാൻ സാധ്യതയുണ്ട്. സോ ഇതിനൊക്കെ അപ്പം ഇതിനെല്ലാം ഇങ്ങനെ വരുന്ന ഈ എക്സ്ട്രാ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5% ഓഫ് TSA ഈസ് എക്സ്ട്രാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബോക്സിന് ആവശ്യമുള്ള TSA ഇതായിരുന്നു, ഇതിന്റെ 5% എക്സ്ട്രാ എന്നാ പറഞ്ഞത്. സോ നമ്മുടെ ജോലി എന്താ? ആദ്യം ഇതിന്റെ 5% എക്സ്ട്രാ കണ്ടുപിടിക്കണം, എന്നിട്ട് അത് ഇതിൻ്റെ കൂടെ കൂട്ടുകയും വേണം. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാം. ശരിക്കുള്ള TSA ഇതായിരുന്നു, നമ്മൾ ഇതിന്റെ 5% എക്സ്ട്രാ ആയെന്നാ പറഞ്ഞത്. സോ എക്സ്ട്രാ ആയ 5% വേറെ കണ്ടുപിടിക്കണം, എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഈ TSA പറയാൻ, ടോട്ടൽ TSA പറയാൻ. സോ 5% ഓഫ് TSA ഈസ് ഈക്വൽ ടു എത്ര വരും? 5/100 ഇൻറ്റു എത്ര TSA? 5 2 1 2 3 4 0 അല്ലേ? 0 0 കട്ടായി ഈസ് ഈക്വൽ ടു 0 0 പിന്നെ മനസ്സിലായോ? അപ്പം ബോക്സിന്റെ TSA ഇത്, അത് ഉണ്ടാക്കാൻ നേരം നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള TSA ഇത്. ഈ ബോക്സ് നിർമ്മിക്കാൻ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പേപ്പർ ഇതാണ്. Therefore TSA പ്ലസ് ഓവർലാപ്സ്. മനസ്സിലായി? ഇത് നമ്മൾ ഓവർലാപ്പ് എന്നാ ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എന്ന് കൊടുത്താലും മതി കേട്ടല്ലോ. ഈസ് ഈക്വൽ ടു എത്ര വരും? എത്ര TSA? 52 പ്ലസ് 26,000 ഈസ് ഈക്വൽ ടു 5,46,000 സെന്റിമീറ്റർ സ്ക്വയർ. അമ്മേ, എന്തോ വലിയ ക്വസ്റ്റ്യനാ. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദ കാർഡ്ബോർഡ്
അറ്റ് ദ റേറ്റ് ഓഫ് നോക്കിക്കേ 4/1000 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതുവരെ നമുക്ക് 1 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 1 മീറ്റർ സ്ക്വയർ എന്നൊക്കെയാ പറഞ്ഞത്. ഇവരെന്തോ പറഞ്ഞത് 1 സെന്റിമീറ്റർ സ്ക്വയറിന് 4 രൂപയല്ല, 1000 സെന്റിമീറ്റർ സ്ക്വയറിന് 4 രൂപ. സോ നമുക്ക് എന്ത് പറയാം? therefore കോസ്റ്റ് ഓഫ് ബോക്സസ് അല്ലെ, ആ റേറ്റ് എഴുതണേ. അറ്റ് റേറ്റ് എഴുതാ 4/1000 സെന്റിമീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ടോട്ടൽ പേപ്പർ നമുക്കായത്. എത്രയാണത്? 5,46,000 ഇൻറ്റു 4/1000 അല്ലേ. സോ നമ്മളവിടെ 4/1000 ഇട്ട് കൊടുക്കണം. സോ ഇവിടുത്തെ 3 സീറോ കട്ടായി പോകും. ബാക്കി ഇസ് ഈക്വൽ ടു 6 × 4 24 2 4 × 4 16 18 5 × 4 21 21 ഈസ് ഈക്വൽ ടു ₹2184. ഒന്ന് ആലോചിച്ചാൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇച്ചിരി ലെങ്ത് കൂടുതലാണെന്നേ ഉള്ളൂ, ചെയ്യാൻ വളരെ എളുപ്പമാണ്. എഴുതി തന്നെ ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഇനി നമുക്ക് ഈ 8ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത്. ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ വളരെ നീളമുള്ള ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ. സംഭവം വളരെ കണക്ക് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്ന പാടേ ഉള്ളൂ. ആ ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പർവീൻ എന്നുള്ള ആൾക്ക് പുള്ളിക്കാരുടെ കാറ് കവർ ചെയ്യാൻ വേണ്ടി ടാർപോളിൻ കൊണ്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. ഇപ്പൊ ഇതാണ് നമ്മുടെ കാറെന്നിരിക്കട്ടെ. അപ്പൊ ഈ കാറിനെ ഇതാ നമ്മുടെ ഷെൽട്ടർ. ഈ ഒരു ഫോമിൽ മനസ്സിലായോ? ഇതിന്റെ താഴ്ഭാഗം ഓപ്പൺ ആയിരിക്കണം. ഇങ്ങനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റണം. ഇതാ പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞിരുന്നത്. ഡീറ്റെയിലോ. സോ ഇത് കാണുമ്പോഴേ അറിയാം. കണ്ടോ, ഇതിന്റെ ഒരു ഭാഗമില്ല. അപ്പൊ ഇതിന്റെ ഒരു ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം ടാർപോളിൻ വേണമെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇതിന്റെ ഒരു ഭാഗം വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല ഞാൻ തുടക്കം തൊട്ടേ പറയുന്നതാണ്. ഒരു ഭാഗം വേണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി 4 ഭാഗം എത്രയാണത്? ബാക്കി 4 സൈഡ്സിന്റെ ഏരിയ LSA പ്ലസ് മേൽഭാഗം വേണം അല്ലെ. കാറ് കവർ ചെയ്യാനാ. അപ്പൊ മേൽഭാഗം കവർ ചെയ്ത് പറ്റത്തില്ലല്ലോ. സോ ഈ 4 ഭാഗം എത്രയാണത്? LSA പ്ലസ് LB ആണ് ഇതിന്റെ ഫോർമുല. ആ ഫോർമുല വെച്ച് ഈ കണക്ക് നമ്മൾ ചെയ്താൽ മതി. ഡയമെൻഷൻസ് എഴുതുക ആദ്യം. എത്രയാണ് ലെങ്ത്? കണ്ടോ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പറയും ഹൈറ്റ് കണ്ടോ. ഹൈറ്റ് ഈസ് 2.5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 25/10 മീറ്റർ ആണ്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നുണ്ടോ വിത്ത് ബേസ് ഡയമെൻഷൻസ്. എത്ര ബേസ് ഡയമെൻഷൻ പറഞ്ഞിരിക്കുന്നത്? 4 മീറ്റർ/3 മീറ്റർ അല്ലെ. ഓൾറെഡി ഹൈറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ 4/3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ലെങ്ത് എത്രയാണ്? 4 ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? 3 ആണ് അല്ലെ. സോ ലെങ്ത് ഈസ് 4 മീറ്റർ, ബ്രെഡ്ത്ത് ഈസ് 3 മീറ്റർ. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എല്ലാ സൈഡും വേണോ? താഴ്ഭാഗം വേണ്ട. സോ താഴ്ഭാഗം ഓപ്പൺ ആണ് അല്ലെ. ഈ ഡൗൺ സൈഡ് ഓപ്പൺ ആണ്. അതിന്റെ ഫോർമുല പറഞ്ഞേ. എന്താണ് അതിന്റെ ഫോർമുല? LSA പ്ലസ് LB. therefore നമുക്ക് എന്ത് പറയാം? the surface area required is equal to LSA plus LB. എന്താ LSA യുടെ ഫോർമുല? 2H into L plus B plus L into B is equal to 2 into H. എത്രയാണ് H? 25/10 into L. L എത്രയാണ്? 4 plus B എത്രയാണ്? 3 plus L into B again 4 into 3. So is equal to 2 into 25 50/10 into 4 plus 3 7. Cancel ആകുമല്ലോ. Plus 4 into 3 is 12. So 5 into 7 35 plus 12 that is 47 meter square. So ഇതാണ് നമ്മുടെ ആൻസർ. ഒന്നാമത്തെ എക്സസൈസ് ആണ്. ചില ക്വസ്റ്റ്യനൊക്കെ ഇത്തിരി ലെങ്തി ആണ്. നന്നായി കണ്ട് മനസ്സിലാക്കി പഠിക്കുക.